أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ബഖറയിലെ 220-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അവർ നിന്നോട് മദ്യത്തെയും ചൂതിനെയും സംബന്ധിച്ച് ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും വലിയ ദോഷവും ജനങ്ങൾക്ക് ചില ഗുണങ്ങളുമുണ്ട്. എങ്കിലും അവയുടെ ദോഷം അവയുടെ ഗുണത്തേക്കാൾ വളരെ വലുതാണ്. തങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, പ്രയാസം കൂടാതെ ചെലവഴിക്കാൻ കഴിയുന്നത്ര. ഇപ്രകാരം അള്ളാഹു തൻ്റെ കൽപ്പനകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. കഴിഞ്ഞ ദർസിൽ മദ്യത്തെക്കുറിച്ച് മറ്റു മതങ്ങളെ എന്താണ് വിശേഷിപ്പിച്ചതെന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വീണ്ടും വിശദീകരിക്കുന്നു. മൂന്നാമത്തെ മതം, പുരാതന മതം, ഇസ്രായേലി യഹൂദ മതമാണ്. ഈ മതം ഹിന്ദു മതത്തെയും സ്വരാഷ്ട്രീയൻ മതത്തെയും പോലെ അതിൻ്റെ ചരിത്രം സൃഷ്ടിയുടെ ആരംഭം മുതൽ ആരംഭിക്കുന്നു. ഈ മതത്തിൻ്റെ അടിത്തറ ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമാണ് പാകിയതെങ്കിലും എന്നാൽ ചരിത്രത്തിലൂടെ ഇത് ആദിമ മനുഷ്യനായ ഹസ്രത്ത് ആദം അലൈഹിസ്സലാമിലേക്ക് തൻ്റെ ബന്ധമെത്തിക്കുന്നു. ഈ മതത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത് സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ മദ്യത്തിൻ്റെ ഉപയോഗം തുടർന്നു വരുന്നു എന്നാണ്. അത് ഒരിക്കലും ഒരു മോശം കാര്യമായി കരുതപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല, പ്രവാചകന്മാർ പോലും അത് ഉപയോഗിച്ചിരുന്നു. ബൈബിളിലെ അധ്യായം 9 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നോഹ ഒരു കർഷകനായി തീർന്നു. അവൻ ഒരു മുന്തിരിത്തോട്ടമുണ്ടാക്കി. അതിൻ്റെ വീഞ്ഞ് കുടിച്ച് അവൻ മത്തനായി തൻ്റെ കൂടാരത്തിനുള്ളിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിൻ്റെ നഗ്നത കണ്ട് പുറത്തുപോയി തൻ്റെ 2 സഹോദരന്മാരെയും വിവരമറിയിച്ചു. അപ്പോൾ ശേമും യാഫേത്തും ഒരു വസ്ത്രമെടുത്ത് തങ്ങളുടെ ചുമലിലിട്ടു പുറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. നൂഹ് അലൈഹിസ്സലാമിൻ്റെ അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരു പരിധിവരെ സുരക്ഷിതമാണ്. ഇതിനുശേഷമുള്ള ചരിത്രം കൂടുതൽ വിശദമായി കാണാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാലഘട്ടം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടമാണ്. ബൈബിളിലെ അധ്യായം 14 വിവരിക്കുന്നു: ശാലേമിലെ രാജാവായ മെൽക്കിസേദെക്ക് അദ്ദേഹത്തെ സൽക്കരിക്കാനായി അപ്പവും വീഞ്ഞും സമർപ്പിച്ചു എന്ന്. അതുപോലെ ഹസ്രത്ത് ലൂത്തിൻ്റെ കാര്യത്തിലും ഉൽപ്പത്തി അധ്യായം 9 എഴുതിയിരിക്കുന്നത് ലോത്തിൻ്റെ പെൺമക്കൾ അവരുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു എന്നാണ്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ആ കാലഘട്ടത്തിൽ മദ്യം നിഷിദ്ധമായിരുന്നില്ല എന്ന് മാത്രമല്ല, അത് ജീവിതത്തിലെ അവശ്യ വസ്തുക്കളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാണ്. കാരണം ഈ സംഭവം ദൈവിക ശിക്ഷയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. ആ സമയത്ത് ഹസ്രത്ത് ലൂത്ത് അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളും ഒരു ഗുഹയിൽ താമസിച്ചിരുന്നത്. ആ സമയത്തും അവരുടെ അടുത്ത് മദ്യം ഉണ്ടായിരുന്നു എന്നത് കാണിക്കുന്നത് ബൈബിളിൽ വിവരണപ്രകാരം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ അവർ തങ്ങളുടെ അവശ്യ സാധനങ്ങളുമായി ആ പ്രദേശത്തു നിന്നും ഇറങ്ങിയപ്പോൾ മദ്യവും കൂടെ കരുതുന്നത് അത്യാവശ്യമായി വിചാരിച്ചിരുന്നു എന്നാണ്. ബനു ഇസ്രായേൽ പ്രവാചകത്വം കൈമാറപ്പെടുന്നതിലും മദ്യത്തിന് വലിയ പങ്കുണ്ട്. ബൈബിളിൽ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് തുടക്കം മുതൽക്കേ മൂത്ത മകനാണ് അവകാശിയായിരുന്നതെന്നും അവരിലൂടെയാണ് വംശപരമ്പര തുടർന്നിരുന്നതെന്നുമാണ്. അതനുസരിച്ച് ഹസ്രത്ത് ഇസ്ഹാഖ് തൻ്റെ മൂത്ത മകനായ യേശാവിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു.
എന്നാൽ അധ്യായം 27 ഹസ്രത്ത് യാക്കൂബിന്റെ മാതാവ് അദ്ദേഹത്തിന് രുചികരമായ ഭക്ഷണം പാകം ചെയ്തു നൽകി. അവർ അദ്ദേഹത്തിന് നല്ല ഭക്ഷണവും വീനും നൽകി കുടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഏശാവാണെന്ന് കാണിച്ച് പിതാവിൽ നിന്ന് അനുഗ്രഹം വാങ്ങി. ഈ രീതിയിൽ പ്രവാചകത്വം കുടുംബത്തിൽ നിന്നും മാറി യാക്കൂബിന്റെ ഇസ്രായേലിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നു. അതിനാൽ ബനു ഇസ്രായേൽ അവരുടെ ആത്മീയ പുരോഗതിയിൽ ഒരു പരിധിവരെ വീനിനോട് കടപ്പെട്ടിരുന്നു. ബൈബിളിൽ വിവരണപ്രകാരം ഹസ്രത്ത് ഇസാഖ് വീന് കുടിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഹസ്രത്ത് യാക്കൂബ് അലൈഹിസ്ലാമിനെ അദ്ദേഹത്തെ ഏശാവെന്ന് കരുതി അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവം നിനക്ക് ധാന്യവും വീനും സമൃദ്ധമായി നൽകട്ടെ. ഇതോടെ അവർ ബനു ഇസ്രായേലിനായി മദ്യത്തിന്റെ ഉപയോഗം എക്കാലത്തേക്കുമായി അനിവാര്യമാക്കി മാറ്റി. കാരണം അവർ മദ്യത്തിന്റെ ഉപയോഗം ഉപേക്ഷിച്ചാൽ ഈ പ്രാർത്ഥന നിഷ്ഫലമായി പോകും. ഹസ്രത്ത് ഇസ്ഹാഖിന്റെ ഈ പ്രാർത്ഥനയെ ഹസ്രത്ത് യാക്കൂബും തന്റെ മരണസമയത്ത് പ്രാർത്ഥനകളിലൂടെ ശക്തിപ്പെടുത്തി. കാരണം അദ്ദേഹം തന്റെ മകനായ യഹൂദയുടെയും അദ്ദേഹത്തിന്റെ സന്തതികളുടെയും കാര്യത്തിൽ പ്രവചിച്ചിരുന്നു: അവന്റെ കണ്ണുകൾ വീനുകൊണ്ട് ചുവന്നിരിക്കും. ഈ കാലഘട്ടത്തിന് ശേഷം ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഹസ്രത്ത് മൂസയുടേതാണ്. ഹസ്രത്ത് മൂസ യഹൂദമതത്തിന്റെ സ്ഥാപകനും തനിക്ക് മുമ്പുള്ള എല്ലാ നിയമങ്ങളെയും റദ്ദാക്കിയവനുമാണ്. എന്നാൽ അദ്ദേഹം ബനു ഇസ്രായേലിൽ നിലനിന്നിരുന്ന പല നിയമങ്ങളും നിർത്തലാക്കിയെങ്കിലും മദ്യവുമായി ബന്ധപ്പെട്ട മുൻകാല നിയമങ്ങളിൽ മാറ്റം വരുത്തിയില്ല. മറിച്ച് അദ്ദേഹം മദ്യത്തെ ദൈവത്തിനുള്ള വഴിപാടായി പ്രഖ്യാപിക്കുകയും അതിനെ വിശുദ്ധമായി കണക്കാക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സന്തതികൾക്കും പുരോഹിത സ്ഥാനം നൽകപ്പെട്ടവർക്ക് നിശ്ചയിക്കപ്പെട്ടു. ബനു ഇസ്രായേലിനോട് കൽപ്പിക്കപ്പെട്ടു, അവർ ദൈവത്തിന്റെ നാമത്തിൽ ദേവാലയത്തിൽ അർപ്പിക്കുന്ന വഴിപാടുകളിലെ വീന് പുരോഹിതന്മാർക്ക് ഉപയോഗിക്കാമെന്ന്. ഈ വാഗ്ദാനം ഹസ്രത്ത് ഹാറൂന്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല നൽകപ്പെട്ടത്, മറിച്ച് ബനു ഇസ്രായേലിലെ മറ്റുള്ളവരെയും ഇതിൽ നിന്നും ഒഴിവാക്കിയില്ല. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം വഴി ദൈവം വാഗ്ദാനം ചെയ്തു: അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്താൽ ദൈവം അവരുടെ ഭൂമിയിലെ ഫലങ്ങളെയും ധാന്യങ്ങളെയും വീനിനെയും എണ്ണയെയും കന്നുകാലികളെയും ആടുകളെയും അനുഗ്രഹിക്കുമെന്ന്. അവരുടെ പൂർവികർക്ക് സത്യം ചെയ്തു നൽകിയ ഭൂമിയിൽ ഈ അനുഗ്രഹം നൽകുമെന്ന് ഉറപ്പു നൽകി. ഈ പരാമർശം കൂടാതെ തൗറാത്തിനുള്ളിൽ പലയിടങ്ങളിലും ബനു ഇസ്രായേലിന് സമൃദ്ധമായി മദ്യം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹസ്രത്ത് ഈസ അലൈഹിസ്സലാം വരുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ മദ്യത്തെക്കുറിച്ച് പൊതുവായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ അവരുടെ മുഴുവൻ ചരിത്രത്തിലും മദ്യത്തിന്റെ ഉപയോഗം വളരെ സമൃദ്ധമായിരുന്നതായി തെളിയുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.